ഹലോ ഗൈസ്, മറ്റൊരു എഡ്യൂക്കേഷൻ വീഡിയോയുടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഓപ്ഷൻ ബയേഴ്സിന് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോൾ ഓപ്ഷൻ ബൈ സ്ട്രാറ്റജിയെ കുറിച്ച് പറയാനാണ്. അപ്പോൾ നമുക്കറിയാം, മാർക്കറ്റിൽ ഓപ്പണിംഗിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൊമെന്റം കിട്ടുന്ന ഒരു സമയം. പലപ്പോഴും നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ട്രേഡേഴ്സിനും ഒരിക്കലും മാർക്കറ്റിന് ഓപ്പണിംഗിൽ ഒരിക്കലും ഒരു എൻട്രി എടുത്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പണിംഗിൽ വയലന്റ് ആയിട്ട് മുകളിലോട്ടും താഴോട്ടും ഒക്കെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ് മാർക്കറ്റ് ഓപ്പണിംഗ്. അതുകൊണ്ട് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഓപ്പണിംഗിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ട്രേഡർക്ക് ഒരു എൻട്രി എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷേ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മൊമെന്റം കിട്ടുന്ന ഒരു സമയം ആയതുകൊണ്ട് നമുക്കൊരു എൻട്രി പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് പ്രകാരം ഒരു എൻട്രി കിട്ടുവാണെങ്കിൽ നമുക്ക് ഓപ്പണിംഗിൽ തന്നെ നല്ല ഒരു റിസ്ക് റിവാർഡ് ട്രേഡ് അന്നത്തെ ദിവസം നമുക്ക് കിട്ടി നമുക്ക് അന്നത്തെ ട്രേഡിങ് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ട് സെറ്റപ്പ് ഇല്ലാതെ ഒരിക്കലും ഓപ്പണിംഗിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഓപ്പണിംഗിൽ നമുക്കൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ചില റൂൾസ് വെച്ചിട്ട് നമുക്ക് ഓപ്പണിംഗിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോൾ ഓപ്ഷൻ ബൈ സ്ട്രാറ്റജിയെ കുറിച്ചാണ്. അപ്പം ആ സ്ട്രാറ്റജി എന്താണെന്നും അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജിയുടെ പേര്, അതിന്റെ റൂൾസ് ഒക്കെ. അപ്പൊ ഞാൻ ഈ സ്ട്രാറ്റജിക്ക് കൊടുത്തിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവേഷൻ ഓഫ് പ്രീവിയസ് ഡേ ബുള്ളിഷ് ക്ലോസിംഗ് അറ്റ് ടുഡേ മാർക്കറ്റ് ഓപ്പണിംഗ്. അതായത് ഇത്ര ഉദ്ദേശിക്കുന്നത്, അതായത് തൊട്ട് തലേദിവസം മാർക്കറ്റ് ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആയിരിക്കണം തന്നിരിക്കുന്നത്. അതൊരു കണ്ടീഷൻ. രണ്ടാമത്, ഇന്ന് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിട്ടായിരിക്കണം ഓപ്പണിംഗ്. അതായത് നമുക്ക് തൊട്ട് തലേദിവസം നമുക്കൊരു ബുള്ളിഷ് ക്ലോസിംഗും വേണം, ഇന്ന് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ഓപ്പണിംഗ് നമുക്ക് തരണം. അപ്പം ഈ രണ്ട് ബുള്ളിഷ് ക്ലോസിംഗ് ആൻഡ് ബുള്ളിഷ് ഓപ്പണിംഗ് എന്നുള്ള രണ്ട് കണ്ടീഷൻസ് ആദ്യമേ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം എന്താണ് ഞാൻ ഈ ബുള്ളിഷ് ക്ലോസിംഗ് എന്നും ബുള്ളിഷ് ഓപ്പണിംഗ് എന്നും ഉദ്ദേശിക്കുന്നുള്ളത് ഞാൻ ഈ ചാർട്ടിൽ കൂടെ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും ഈ കണ്ടീഷൻസിലേക്ക് നമുക്ക് വരാം. അപ്പം ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. അപ്പം ഇന്ന് ഫെബ്രുവരി 13 വ്യാഴാഴ്ച നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ഡേയിൽ ഇന്ന് ഓപ്പണിംഗിൽ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ആദ്യം നമുക്ക് വേണ്ടിയത് പ്രീവിയസ് ഡേയിൽ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആയിരിക്കണം. അപ്പം ഇന്നലത്തെ നമ്മുടെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളിന് ശേഷം മാർക്കറ്റ് ഒരു 10 മണി ആയപ്പോഴത്തേനും ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു കറക്ഷൻ പോലും ഇല്ലാതെ, ഒരു മേജർ കറക്ഷൻ ഒന്നും ഇല്ലാതെ മാർക്കറ്റ് ഓപ്പണിംഗ് ക്യാൻഡലിന്റെ ഹൈയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അതിനുശേഷം അവിടെ നിന്ന് ഒരു ചെറിയൊരു റിവേഴ്സൽ വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് മാർക്കറ്റ് അന്നത്തെ ഡേ ഹൈയുടെ അടുത്തായിട്ടാണ്. അതായത് ഡേ ഹൈയും അന്നത്തെ ക്ലോസിംഗും തമ്മിൽ ഒരു നാരോ ഗ്യാപ്പാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ക്ലോസിങ്ങിനെയാണ് ഞാൻ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മാർക്കറ്റ് ഇന്നലെ ഒരു ബുള്ളിഷ് അപ്പ് മൂവ്മെന്റ്, മേജോറിറ്റി പാർട്ടിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള അപ്പ് മൂവ്മെന്റ് കാണിച്ചിട്ട് അതിന് അന്നത്തെ ഡേ ഹൈക്ക് അടുത്തായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതായത് മാർക്കറ്റ് അന്ന് ക്ലോസ് ചെയ്തപ്പോഴത്തേനും ഒരു ബുള്ളിഷ് സെന്റിമെന്റോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അതായത് മാർക്കറ്റ് തൊട്ട് തലേദിവസം ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആയിരിക്കണം. രണ്ടാമത്തെ ഈ ഒരു സ്ട്രാറ്റജിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ബുള്ളിഷ് മോഡിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സെന്റിമെന്റിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഓപ്പണിംഗിൽ ഒരു കോൾ ഓപ്ഷൻ ബൈയിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു PDH-നും ഇന്നലത്തെ ക്ലോസിങ്ങിന് ഇടയ്ക്കായിട്ടുള്ള ഈ ഒരു നാരോ ഗ്യാപ്പിനകത്തായിരിക്കണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിന് പുറത്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടിയത് എന്താണ്, അതായത് ഇന്നലത്തെ ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഈ ഒരു അപ്പ് മൂവ്മെന്റിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമുക്ക് ഇന്ന് ഓപ്പണിംഗിൽ നമുക്ക് വേണ്ടത്. അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഇന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഈ ഒരു PDCക്ക് മുകളിലായിട്ട് വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് അത് സംഭവിച്ചു. അതായത് ഇന്നലെ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ചെയ്തു, ഇന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അതായത് ഈ ഒരു ഗ്യാപ്പിനകത്താണ് മാർക്കറ്റിന്റെ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഫോർമേഷൻ നടന്നിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഒരു സെല്ല് നടന്നു. പിന്നെ അടുത്തൊരു കണ്ടീഷൻ നമുക്ക് നോക്കാം. അതായത് പ്രീവിയസ് ഡേ ക്ലോസ് മസ്റ്റ് ബി ബുള്ളിഷ്. അത് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ടുഡേ മാർക്കറ്റ് മസ്റ്റ് ഓപ്പൺ ബിറ്റ്വീൻ PDH ആൻഡ് PDC. അപ്പൊ ഈ കണ്ടീഷൻ ഞാനിപ്പോ പറഞ്ഞു എന്താണെന്നുള്ളത്.
അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കണ്ടീഷൻ ആയിട്ട് വച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ മസ്റ്റ് ബി ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഇൻ നിഫ്റ്റി ഓർ ബാങ്ക് നിഫ്റ്റി. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇൻസൈഡ് ബാർ ക്യാൻഡിൽ എന്ന് നമുക്ക് അറിയായിരിക്കും. അതായത് നമുക്കറിയാം, അതായത് ഒരു ക്യാൻഡിലിന്റെ അകത്തായിട്ട് തൊട്ട് സബ്സീക്വന്റ് ക്യാൻഡിലുകൾ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഇവിടെ ആ ഒരു കണ്ടീഷൻ നിഫ്റ്റി, നമ്മളിപ്പോ എൻട്രി എടുക്കുന്നത് നിഫ്റ്റിയിലാണെങ്കിൽ ഇവിടെ ഞാൻ ആ പറഞ്ഞ കണ്ടീഷൻ നിങ്ങൾ നോക്കുമ്പോഴത്തേനും, അതായത് ഓപ്പണിംഗ് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ കണ്ടീഷനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഫോം ചെയ്താലും മതി. ഇപ്പൊ നിഫ്റ്റിയിലാണ് എടുക്കുന്നതെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്താലും നമുക്ക് ഈ ഒരു കണ്ടീഷനകത്ത്, അതായത് ആദ്യത്തെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. അതായത് നിഫ്റ്റിയിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ നിഫ്റ്റിയുടെ പ്രീവിയസ് ക്ലോസിംഗ് ബുള്ളിഷ് ആയിരിക്കണം, ഇന്നത്തെ ഓപ്പണിംഗ് ബുള്ളിഷ് ആയിരിക്കണം. പിന്നെ അടുത്ത കണ്ടീഷനകത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓപ്പണിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോർമേഷൻ വേണം. പക്ഷെ അത് നിഫ്റ്റിയിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഓപ്പണിംഗിൽ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടില്ല. പക്ഷെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഈ കണ്ടീഷൻ വെച്ചിട്ട് പി ഡി എച്ചിനും പി ഡി സിക്ക് ഇടയ്ക്കാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ്. അതും ഫോം ചെയ്തിരിക്കുന്നത് പി ഡി എച്ചിനും പി ഡി സിക്ക് ഇടയ്ക്കാണ്. അതായത് ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു സെയിം കണ്ടീഷൻ, അതായത് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലും ഈ പറഞ്ഞ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആയിരുന്നു, ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്യാപ്പിനിടയ്ക്കായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിലോട് ഓപ്പൺ ചെയ്തു. അപ്പോഴത്തേനും ഇവിടെയും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ, അതായത് ഓപ്പണിംഗ് ബുള്ളിഷ് ആണ്, പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗ് ബുള്ളിഷ് ആണ്. അപ്പം നിങ്ങൾ നിഫ്റ്റി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്ന് ഇപ്പൊ രണ്ടാമത്തെ ക്യാൻഡിൽ ഈ ഓപ്പണിംഗ് ഗ്രീൻ ക്യാൻഡിലിന്റെ ലോയും ബ്രേക്ക് ചെയ്ത്, അതായത് പി ഡി സിയും ബ്രേക്ക് ചെയ്ത് പോയി. അതായത് നമുക്ക് ഈ ഒരു ഇന്നലത്തെ ഒരു ബുള്ളിഷ് ക്ലോസിംഗിന് ഒരു കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് പി ഡി സിയുടെ മുകളിൽ ഇത് സപ്പോർട്ട് എടുക്കണമായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്, രണ്ടാമത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ഈ പി ഡി സി ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും, മാർക്കറ്റിന് ഇപ്പം ഇവിടുന്ന് പൊട്ടി താഴോട്ട് പോവാന്നൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു ലെവൽ വന്നപ്പോഴത്തേനും മാർക്കറ്റ് മൂന്നാമത്തെ ക്യാൻഡിലോട് കൂടി മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി? അത് നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റും, ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. അതായത് നിഫ്റ്റി അതിന്റെ രണ്ടാമത്തെ റെഡ് ക്യാൻഡിലോട് കൂടി അതിന്റെ ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തെങ്കിലും സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി അതിന്റെ ഓപ്പണിംഗ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതായത് അതിന്റെ ബോഡി കൃത്യം ഓപ്പൺ ക്യാൻഡിലിന്റെ ലോയിൽ ഒന്ന് സപ്പോർട്ട് എടുത്തു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ബാങ്ക് നിഫ്റ്റിയെ കഴിഞ്ഞും ഓപ്പണിംഗിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണ്. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള നിഫ്റ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോയിൽ നിന്നും നിഫ്റ്റിയെ റിവേഴ്സ് ചെയ്യാൻ ഇന്ന് ഓപ്പണിംഗിൽ സഹായിച്ച ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എൻട്രി എവിടെയാണ് ട്രിഗർ ആകുന്നത്? അപ്പൊ നമുക്ക് ഇപ്പോഴും നമ്മൾ എൻട്രി ട്രിഗർ ആയിട്ടില്ല. അപ്പൊ നമുക്ക് എപ്പോഴും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു എൻട്രി ട്രിഗർ ആകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഡ് ക്യാൻഡിൽ, അതായത് നമുക്കൊരു സെല്ലിംഗ് ക്യാൻഡിൽ നമുക്ക് വേണം ഇതിനകത്ത്. അതായത് ഈ ഒരു ഗ്യാപ്പിനകത്ത് നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ അല്ല നമുക്ക് വേണ്ടിയത്, നമുക്കൊരു സെൽ ക്യാൻഡിൽ വേണം. ആ സെൽ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് ഇതിന്റെ ഒരു, അതായത് ഒരു സെല്ലേഴ്സ് ആദ്യം ഒന്ന് ട്രൈ ചെയ്തു. അതായത് ഇന്നലത്തെ ക്ലോസിംഗ് ഡേ ഹൈക്ക് അടുത്താണ് ഇന്ന് മാർക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്തപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും സെല്ലേഴ്സ് എന്തായിരിക്കും ഓപ്പണിംഗിൽ ട്രൈ ചെയ്യുന്നത്. അതായത് കോൾ ട്രേഡേഴ്സ് എപ്പോഴും മാർക്കറ്റിനെ താഴോട്ട് കൊണ്ട് നോക്കും. അപ്പം അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് രണ്ടാമത്തെ ക്യാൻഡിലോട് കൂടി അവര് സെല്ലേഴ്സ് ട്രൈ ചെയ്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റി എന്താ സംഭവിച്ചത്, അവിടുന്ന് നിഫ്റ്റിയെ സ്ട്രോങ് ആയിട്ട് ഒരു റിവേഴ്സൽ നടത്തി. അപ്പം സെല്ലേഴ്സ് ട്രാപ്പിലായി. അപ്പൊ സെല്ലേഴ്സ് ട്രാപ്പിലാണ് എപ്പോഴാണ്, അതായത് ഈ ഒരു ഓപ്പൺ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും ഇവിടെ സെല്ല് ചെയ്ത ആൾക്കാർ, അതായത് കോൾ റൈറ്റേഴ്സ് ഇവിടെ ട്രാപ്പിലാവും. അപ്പം അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് നമുക്കൊരു നല്ല മൊമെന്റം ട്രേഡ് കിട്ടുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് സെല്ലേഴ്സ് ട്രാപ്പിലാകുന്ന സിറ്റുവേഷൻസിലാണ് നമുക്ക് എപ്പോഴും നമുക്കൊരു കോൾ ഓപ്ഷനിൽ നമുക്കൊരു പ്രീമിയത്തിനകത്ത് സ്പൈക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതാണ് നമുക്ക് ഇവിടെ വേണ്ടിയത്. അപ്പം എക്സാക്ട്ലി ആ ഒരു കാര്യം ഇവിടെ സംഭവിച്ചു. അതായത് ഓപ്പണിംഗിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ നമുക്ക് ഈ ഒരു ലെവലിനകത്ത് നമുക്കൊരു റെഡ് ക്യാൻഡിൽ വേണം. ആ റെഡ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എൻട്രി ട്രിഗർ ആകുന്നത്. അപ്പം ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡിൽ കിട്ടി, അതിനുശേഷം ഈ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി പോയി. അപ്പൊ നമുക്കിപ്പം ഇതിന്റെ പ്രീമിയം ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് 23,000 സിയുടെ പ്രീമിയം ചാർട്ട് നിഫ്റ്റിയുടെ ഇന്നത്തെ. അതായത് ആ ഒരു സെയിം പ്രൈസ് ആക്ഷൻ പാറ്റേൺ നമുക്ക് പ്രീമിയം ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത് 1 മിനിറ്റ് ചാർട്ടാണ്. അപ്പൊ 1 മിനിറ്റില്
ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ആ അടുത്ത ക്യാൻഡിൽ എക്സാക്ട്ലി ആ ക്യാൻഡിൽ ഹൈയിൽ റിജക്ഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് ലോയും ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി പോയപ്പോൾ തന്നെ അതിന്റെ പ്രീമിയം ചാർട്ടിലും ആ ഒരു പ്രൈസ് ആക്ഷൻ അവിടെ സംഭവിച്ചു. അപ്പം ഇവിടെ നിന്ന് തിരിച്ചു കയറുവാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് ഇവിടെയൊന്നും നമുക്കൊരു കോൾ ഓപ്ഷൻ നമുക്ക് ട്രിഗർ ആയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് റിസ്കി ട്രേഡർ ആണെങ്കിൽ ഈ ഒരു ലെവൽ എത്തും. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സ്പോട്ട് ചാർട്ടിൽ നമുക്ക് കാണിച്ചു തരാം. അതായത് നിഫ്റ്റി താഴോട്ട് പോയി, പക്ഷെ നമുക്ക് ഇവിടെ ഒരു എൻട്രി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ ആ സമയത്ത് തന്നെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി വാച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പൊ അതായത് ബാങ്ക് നിഫ്റ്റി, അതായത് നിഫ്റ്റി സെക്കൻഡ് ക്യാൻഡിൽ ഈ ഫസ്റ്റ് ക്യാൻഡിൽ ലോയെ ബ്രേക്ക് ചെയ്തപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, അതായത് ബാങ്ക് നിഫ്റ്റി അവിടെ ഈ ഒരു ലോ ഓപ്പണിംഗ്, ബാങ്ക് നിഫ്റ്റി അതിന് ഓപ്പണിംഗ് ക്യാൻഡിൽ ലോയെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആണ്. അതായത് ബാങ്ക് നിഫ്റ്റിയും കൂടെ ഈ ലോ ബ്രേക്ക് ചെയ്യാതെ ഒരിക്കലും നിഫ്റ്റിക്ക് പിന്നെ താഴോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ റിസ്കി ട്രേഡർ ആണെങ്കിൽ ഇത് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റിയില് ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. അതായത് ഈ ബാങ്ക് നിഫ്റ്റി ഇവിടെ വന്നപ്പോഴത്തേനും വേണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ നമുക്കൊരു ആ ഒരു പ്രീമിയത്തിനകത്ത് നമുക്ക് ഒരു ഇവിടെ നമുക്കൊരു 85 രൂപയ്ക്ക് നമുക്ക് 23,000 സി മേടിക്കായിരുന്നു. പോട്ടെ, നമുക്ക് അത് പറ്റിയില്ലെന്ന് വിചാരിച്ചു. നമ്മൾ പറയുകയുണ്ട, നമ്മൾ പിന്നെ അടുത്ത് വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സെൽ ക്യാൻഡിൽ, അതായത് ഇവിടെ നിന്നാണ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് പിന്നെ നമുക്ക് ഈ ഒരു കോൾ ഓപ്ഷൻ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ ഇവിടെ എൻട്രി എടുക്കാൻ മിസ്സായെങ്കിൽ ഒരിക്കലും ഇതിന്റെ ഇടയ്ക്കൊന്നും, അതായത് ഈ ഹൈക്ക് ഇടയ്ക്കും ഈ ലോയ്ക്ക് ഇടയ്ക്കും പിന്നീട് ഒരിക്കലും ഇവിടെ നമ്മൾ പോയി ചാടിക്കയറി ഒരു എൻട്രി എടുക്കരുത്. കാരണം വെച്ചാൽ അടുത്ത ക്യാൻഡിൽ വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എസ് നമുക്ക് എപ്പോഴും നമുക്കൊരു കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും നമുക്കൊരു പോക്കറ്റ് സ്റ്റോപ്പ് ലോസ്, അതായത് പോക്കറ്റ് സ്റ്റോപ്പ് ലോസ് ഉദ്ദേശിക്കുന്ന ഒരു മാക്സിമം ഒരു 10 പോയിന്റ് ഒക്കെ നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ എത്തുമ്പോഴത്തേനും മാത്രമേ, അതായത് പ്രീമിയം ചാർട്ടിൽ ഞാൻ പറയുന്നത്, അതായത് സ്പോട്ട് ചാർട്ടിലല്ല, പ്രീമിയം ചാർട്ടിൽ നമുക്ക് ഒരു 10 പോയിന്റ് എസ് എൽ വെക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ എത്തുമ്പോഴത്തേനും മാത്രമാണ് നമുക്കൊരു എൻട്രി നമുക്ക് ട്രിഗർ ആകത്തുള്ളൂ. അത് ഏറ്റവും കൂടുതൽ നല്ല ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെല്ലിംഗ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും ആണ് നമുക്ക് എപ്പോഴും ഒരു കോൾ ഓപ്ഷൻ ബയർക്ക് എപ്പോഴും നല്ല ചാൻസ്. അപ്പം ഇവിടെ അത് തന്നെ സംഭവിച്ചു. അതായത് ഓപ്പണിംഗിലെ സെല്ലിംഗ് ക്യാൻഡിലിന്റെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. അതായത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു ഹൈയും ബ്രേക്ക് ചെയ്ത്, ഈ ഒരു റെഡ് ക്യാൻഡലിന്റെ ഹൈയും ബ്രേക്ക് ചെയ്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബോഡിയോട് കൂടി ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി ട്രിഗറായി. ഇവിടെ നമ്മൾ ഒരു 150 രൂപയ്ക്ക് നമ്മൾ ഈ കോൾ ഓപ്ഷൻ മേടിച്ചിരുന്നെങ്കിൽ നമുക്കൊരു 200 രൂപ പോട്ടെ, നമ്മുടെ എസ് എൽ 10 ആണ്, നമുക്കൊരു 50 രൂപ നമുക്ക് പ്രീമിയത്തിൽ കിട്ടുമ്പോഴത്തേനും 1:5 റിസ്ക് റിവാർഡ് ഉള്ള ഒരു ട്രേഡ് നമുക്ക് ഓപ്പണിംഗിൽ കിട്ടുന്ന ഒരു അടിപൊളി സെറ്റപ്പ് ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു കണ്ടീഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു കണ്ടീഷൻസ് ക്ലോസിംഗിലും അത് കീപ്പ് ചെയ്യണം. അതുപോലെ ഓപ്പണിംഗിലും ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കണം മാർക്കറ്റിന്റെ ഓപ്പണിംഗ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ലെവലുകൾ, ഈ ഒരു ലെവൽ, അതായത് ഓപ്പണിംഗിന്റെ ഓപ്പണിംഗിലെ ഒരു റെഡ് ക്യാൻഡിൽ, ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ട്രിഗർ ആകുന്നത്. അപ്പോഴത്തേക്കും ഇത്രയും അത് വെയിറ്റ് ചെയ്യണം. അതായത് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഒരിക്കലും ഈ എൻട്രി ട്രിഗർ ആകത്തില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അതായത് നമുക്ക് ഈ ഒരു ഗ്യാപ്പിനകത്ത്, ഞാൻ വീണ്ടും പറയുകയാണ്, അതായത് ക്ലിയർ ആയിട്ട്, അതായത് ഈ ഒരു ഗ്യാപ്പിനകത്ത് നമുക്ക് ഒരു സെൽ ക്യാൻഡിൽ നമുക്ക് വേണം. എന്നിട്ട് ആ സെൽ ക്യാൻഡിൽ ഹൈയെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ കോൾ ഓപ്ഷൻ ട്രിഗർ ആകുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫോക്കസ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റപ്പാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനിയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് മാത്രമല്ല, ബാക്ക് ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ചില നമുക്ക് ഒരു ഫോം ചെയ്തൊരു ചാർട്ടിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ് മുന്നോട്ട്, അതായത് നിങ്ങൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഓപ്പണിങ്ങിൽ ഈ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 1-2 ദിവസം നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് പ്രകാരം നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടി, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയതിനു ശേഷം നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഓപ്പണിങ്ങിൽ നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് പ്രകാരം നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, താങ്ക് യു.